കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തത് നിലവിലെ സർക്കാരാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. വൈക്കം നിവാസികൾക്ക് പട്ടയം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള 35 കൈവശക്കാരിൽ IHDP ഓഫീസർ അംഗീകരിച്ച പട്ടികയിലുള്ള 24 പേർക്കാണ് പട്ടയം നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1,77,710 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഈ സർക്കാരിന്റെ 3-ാം വർഷം പൂർത്തിയായപ്പോൾ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത സർക്കാരായി മാറിയെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. വൈക്കം ചെമ്മനത്തുകര IHDP നഗർ നിവാസികൾക്ക് പട്ടയം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IHDP നഗർ നിവാസികൾക്ക് വേണ്ടി ആധാർ പ്രകാരം IHDP ഓഫീസറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമി കേരളത്തിലെ റവന്യൂ വകുപ്പിന് റിലീസ് ചെയ്ത് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ ശുപാർശ സഹിതം അത് പുറമ്പോക്കാക്കി മാറ്റി. യോഗത്തിൽ 24 പേർക്ക് മന്ത്രി പട്ടയങ്ങൾ വിതരണം ചെയ്തു. ബാക്കിയുള്ള അർഹരായ 11 പേർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പട്ടയ വിതരണം പൂർത്തിയാക്കും. നിലവിലുള്ള 35 കൈവശക്കാരിൽ IHDP ഓഫീസർ അംഗീകരിച്ച പട്ടികയിലുള്ള 24 പേർക്കാണ് പട്ടയം നൽകിയത്. വൈക്കം TV പുരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ MLA CK ആശ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, TV പുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി, വൈസ് പ്രസിഡന്റ് VK ശ്രീകുമാർ, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK റാണിമോൾ, S ബിജു, പഞ്ചായത്ത് അംഗം സിനി ഷാജി, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P ആനന്ദ്, പാല RDO KP ദീപ, ITDP പ്രൊജക്ട് ഓഫീസർ S സജു, ഊരുകൂട്ടം മൂപ്പൻ N റജിമോൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ B സദാനന്ദൻ, KK ശശികുമാർ, ടെൽസൺ തോമസ്, ഹരി വാദലൂർ, അഡ്വക്കേറ്റ് PA സുധീരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വൈക്കം. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.